നെക്സ്റ്റ് അപ്പോൾ ഇതിൽ അജീവനുള്ള റോളാണ് ഈ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ കുറച്ച് നെർവസാണ്, അതുകൊണ്ടാണ്. ഞാൻ റോഷാസ്. ഞാനിതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരു ശാന്തരമാണ്. എന്റെ ക്യാരക്ടറിന്റെ പേര് ഇതുവരെ ചെയ്യാത്ത കുറച്ച് കഥാപാത്രമായിട്ട് എടുക്കും തോന്നി, കണ്ടുകൊടുക്കും തോന്നി. അതാണ് പുതിയെന്ന് പറയാനുള്ളത്. ബാക്കി മറ്റൊരു ദിവസം എനിക്ക് പുറത്തെപ്പറ്റി ഇതിലൊന്നും സംസാരിക്കുന്നില്ല. താങ്ക് യു. എൻ്റെ പേര് സജീവൻ. ഞാനൊരു 5ാം സിനിമയായിട്ട് പറഞ്ഞു. ഞാൻ നീരജ രാജേന്ദ്രൻ. ഈ ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാരുടെ കൂടെ ഇതിൽ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് ഞാൻ ചെയ്യുന്നു. നമസ്കാരം. എൻ്റെ പേര് നിതിൻ ജയശങ്കരനാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ ആവശ്യം ഞങ്ങൾ മൂന്നുപേർക്കും ഒരിക്കലും എന്താ ഒരു സമയമെങ്കിലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരാളാണ്. ബാക്കിയെല്ലാം പടത്തിന്റെ റിസൾട്ട് വന്നിട്ട് സംസാരിക്കാൻ തോന്നുന്നു. എൻ്റെ ക്യാരക്ടറിന്റെ പേര് സുശീഷ. ഇതിന് മ്യൂസിക് കഴിഞ്ഞു. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സ് ആണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കുന്നുണ്ട്. തീരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി. കുറെ പാട്ടുകളുണ്ട്. പടം ഇറങ്ങുന്നു. എല്ലാവരും കാണാം. താങ്ക് യു. രോമാഞ്ചം പോലെ പറയാൻ പറ്റില്ല. രോമാഞ്ചം ടോട്ടലി എൻ്റെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ഇത് ചെറുതായിട്ട് അതിലുള്ള ഇൻസ്പയർഡ് ആയിട്ട് ഉള്ളതേ ഉള്ളൂ. ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളതേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവം ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇല്ല, രോമാഞ്ചം സിനിമയായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല. അല്ല, അങ്ങനെയല്ല. അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. നമ്മളത് പേര് എടുക്കാം. അതായത് രോമാഞ്ചം സിനിമയിൽ ചെമ്പൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ, സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ്. അപ്പിയറൻസും സ്വഭാവവും രംഗാന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ്. ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. എനിക്ക് പേഴ്സണലി പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള, ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടർ ഉണ്ടാവില്ല എന്തുമില്ല. ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യ ദിവസത്തിലുള്ള ആള് വരുമെന്നാണ് വിശ്വാസം. എനിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ആൾക്കാരെല്ലാവരും വരണം, ഒന്ന് റോളം ഉണ്ടാക്കി തരണം തുടക്കത്തില്. അപ്പൊ ആ ഓളത്തിട്ട് മുന്നോട്ട് പോകാനാണ് വിശ്വസിക്കുന്നത്. അതിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമ കൂടെയാണ്. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ ഫുൾ ക്രൗഡോട് ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. വിശ്വസിക്കുന്നില്ല. ഒച്ച ഉണ്ടാക്കി കൂടെ ഒച്ച ഉണ്ടാക്കിയുള്ളതാണ് കാണേണ്ട സിനിമ. ഒക്കെ ചിരിച്ചു അവർക്ക് ബഹളം ഉണ്ടാക്കുന്നതാണ് കാണേണ്ട സിനിമയാണ്. അപ്പൊ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ്. രോമാഞ്ചം അങ്ങനെയായിരുന്നു. അപ്പൊ അതിന് ഉറപ്പായിട്ടാണ് ലൈനിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പ് ആയതിനു ശേഷം ഞാൻ അന്വേഷണയുടെ അടുത്ത് പോയിട്ട് പറയായിരുന്നു. അവർക്ക് ഫോൺ സംസാരിച്ച് കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി കണക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഞാൻ പോയിട്ട് കഥ പറയായിരുന്നു. കഥ പറഞ്ഞ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. രോമാഞ്ച ഫാമിലേക്ക് എത്തി. അതങ്ങനെ പ്രൊജക്ട് ആവുമായിരുന്നു. അത് ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആവേശത്തിന്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു.
ബാംഗ്ലൂർ ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളുകൾ ഉള്ളപ്പോഴാണ് റൊമാഞ്ചം റിലീസാവുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണ് റൊമാഞ്ചം റിലീസുള്ള ഒരു അറ്റംപ്റ്റ് കൂടി തിരിച്ചു പോകുന്നത്. റൊമാഞ്ചം മുന്നേ പ്രൊജക്റ്റായിരുന്നു സിനിമയായിരുന്നു ആവേശം. ഇപ്പം ഏകദേശം അതേപോലെ ഒരു നമ്മുടെ തെളിപ്പുറങ്ങൾ വരുന്ന ലിറ്റലുകൾ ശരിക്കും അങ്ങനെ മാസ് വില്ലൻ അല്ലെങ്കിൽ ഒരു കോമഡി അല്ല അങ്ങനത്തെ ഒരു കഥാപാത്രമാണോ? ഇയാള് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇതുണ്ടാണ്. അതുകൊണ്ടാണ് പൈലറ്റിൽ അങ്ങനത്തെ ഒരു ബുക്കിലേക്കൊക്കെ എത്തിയത്. ഓൾമോസ്റ്റ് ചുറ്റിന് പറഞ്ഞ ചുറ്റി കണ്ട് ആളുകളിൽ നിന്നും ഒരുപാട് ബുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ചുറ്റുണ്ടായിരുന്നു അല്ല അങ്ങനെ വേറൊരു പടം പോലും അല്ല. പക്ഷെ അങ്ങനത്തെ അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലത്തെ പരിപാടി ഞാൻ പിടിച്ചിട്ടില്ല. എന്നാണ് അവിടെ അടിച്ചിട്ടില്ല. ഒരു ആക്ടിംഗ് പ്രോസസ്സിൽ അതൊരു ഈസി ആയിരുന്നു, ടഫായിരുന്നു? ക്യാരക്ടർ കുറച്ച് എന്താ പറയാ, കുറച്ച് ലൈവാണല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അയാള് കറക്റ്റ് മലയാളമല്ല സംസാരിക്കുന്നത്. അങ്ങനത്തെ ഫുഡിങ്ങിന് വരാതെ കന്നഡയും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, സിനിമ പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു. ഞാൻ പോസ്റ്റ് ചെയ്യില്ല, ഞാൻ പോസ്റ്റ് ഇല്ല. അത് കുട്ടികൾ കുട്ടികൾ പറഞ്ഞു അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ എന്റെ മുന്നിൽ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന് തിയേറ്ററിലെ ആവേശം കൊള്ളിക്കണമല്ലോ. അതുകൊണ്ടല്ല അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട് ഇതേപോലത്തിന് രോമാഞ്ചം കൊള്ളിക്കോ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനർ ആണ്. മൊത്തത്തില് ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിനകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് എന്താ പറയാ ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. മറ്റൊരു സിനിമ വിചാരിച്ചിട്ട് പറഞ്ഞല്ലോ ചുമ്മാ. അതേപോലെ അങ്ങനെ ആട്ടെ. ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ എങ്ങനെയാണ്. ഇതിലുള്ള മിക്ക ട്രാക്സും ഫുള്ളി അത്യാവശ്യം കണ്ടുള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല. എല്ലാം ഒരു സ്കോർ പോലെ നമുക്ക് ഇപ്പൊ പോലെ 8 പാട്ടുള്ളത് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട്. 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെ മ്യൂസിക് ചെയ്ത് ചേട്ടാ ഒരു ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിലൊരു അല്ലു അർജുൻ ഒരു അല്ല അർജുനല്ല അഞ്ച് ടൈപ്പ് പിടിച്ചിട്ടുണ്ടെന്ന്. നമുക്കൊരു പരിധി രീതിയിൽ കേട്ടു.
അപ്പൊ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് കുറച്ച് ഇറക്കി റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറങ്ങുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ആദ്യത്തെ റെഫറൻസ് എന്ന് പറയുന്ന കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പോൾ ഈ സന്തോഷം കാരണം അൻപതൊക്കെയാണ് കേട്ട് നോക്കാൻ പറ്റുന്ന സാധനം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ചുമ്മാ കാരണമൊന്നുമില്ല. ചുമ്മാ എന്തെങ്കിലും ഒരു അല്ലെ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനൊരു സെറ്റിംഗ്, ഇങ്ങനൊരു എന്താ പറയാ ബാംഗ്ലൂരിന്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡന്റ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ മൊത്തത്തിൽ പുതുമ തോന്നിയതുകൊണ്ടാണ്. ഇത് ആക്ച്വലി പുള്ളിയുടെ സെക്കൻഡ് പേഴ്സണാലിറ്റിയാണ്. അതായത് ഇതൊരു ചെയ്തെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫഹദ് ഫാസിൽ നിന്ന് വയ്ക്കും, ഇനി തോന്നുന്നത് വേറെ എന്തെങ്കിലും മാസ് കുറവോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടം കഴിയുമ്പോൾ ഫഫാന്ന് വയ്ക്കും. അതിനുള്ള ഒരു പരിപാടിയാണ് തുടക്കമായിട്ടുള്ള പോകുന്നത്. ആവട്ടെ ആവട്ടെ. കുറെ കാണാനുണ്ട്, ദിവസങ്ങളുടെ വീട്ടിലാണ് ഇത്ര എല്ലാം ഉണ്ടോ. സെലിബ്രേഷൻ റിയലിസ്റ്റിക് സിനിമകളുടെ കാലം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എന്റർടൈൻമെന്റ് മോഡ് അല്ലെങ്കിൽ രാജധാനിയുടെ കൊമേഴ്ഷ്യൽ സിനിമകളുടെ കാലമാണ്. അങ്ങനെയാണ് ഈ ചുവട് മാറ്റത്തിന്റെ കാര്യം. അല്ല, അങ്ങനെയല്ലോ, അങ്ങനെ ഒരിക്കലല്ലോ. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെന്റ് ആയാലും എനിക്ക് ആഗ്രഹമുണ്ടല്ലോ. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പൊ ചെയ്യാൻ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണമെന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പൊ നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മളെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഒരു മാസ് പടം ചെയ്യുമ്പോൾ പഞ്ചായത്ത് പോലെ വേണം, പർപ്പസ്ഫുള്ളി ഇതിൽ തോട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഓർഗാനിക്കായിട്ട് സംഭവിച്ചത്. ഈ സിനിമയിലാണെങ്കിലും ഒരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് വരുന്നുണ്ട്. ഇതില് ഡയറക്ടറിലും റൈറ്ററിലും മാത്രം ചോദിച്ചാണ് അത് കവിതക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നത്, എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നസ്രിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്യുമായിരുന്നു സെറ്റിൽ, ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉള്ള ഒരാളാണ്, സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ പബ്ലിക് റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് പിക്ചർ പടത്തിലുണ്ടോ? അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ആണ്. ഉണ്ട്, പടത്തിലുണ്ട്. ഗേൾസ് ആയാലും കുറച്ച് വലിയ പടത്തിലുണ്ടോ എന്ന് ചോദിച്ചില്ല. അപ്പം അത്രയും ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണല്ലോ. ഈ പടത്തിലേക്ക് നിങ്ങൾക്ക് ക്യാരക്ടർ എന്താണെന്ന് എങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നത്? പടത്തിലേക്ക് ജിത്തു ചേട്ടൻ വിളിക്കുക ഫസ്റ്റ് പടമാണല്ലോ, ഫസ്റ്റ് പടമല്ലോ, ഫസ്റ്റ് പടമാണ്. അപ്പം വലിയൊരു ആക്ടർ ഒരുപാട് പടത്തിൽ ചെയ്തു മലയാളികളുടെ ഇന്നും ഇപ്പോഴും ഒരുപാട് ഓർക്കുന്ന കഥാപാത്രമാണ്. ഇങ്ങനൊരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാകുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും? എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു.
ഞാൻ മുമ്പ് പറഞ്ഞ ഫാൻ ബോയ് ഉണ്ടായിരുന്നു. അത് എനിക്കാണ് റോഷനായാലും ഇതിന്റെയും ഫസ്റ്റ് പടമാണ്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അവിടെ. നമ്മൾ റൂമിലെല്ലാം അവിടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 month കഴിഞ്ഞിട്ടാണ് പതുക്കെ ജോയിൻ ചെയ്തത്. അപ്പോഴെല്ലാം ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പുള്ളിയുടെ പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ എല്ലാം. ശരിക്കും കോമഡിക്ക് ഇങ്ങനത്തെ ഒരാളാണോ? കാരണം ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് വേറെ ലെവൽ. ഇപ്പൊ നമ്മുടെ ടീച്ചറെ കണ്ടു കഴിഞ്ഞാലും ഡാൻസിലെ ഇതൊക്കെയാലും ആള് വേറെ ലെവൽ. നമ്മൾ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു നോർമൽ ഇല്ലാത്ത സൈലന്റ് ടൈപ്പ് അങ്ങനത്തെ ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നോ? ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രംഗയാണ്. അത് നമുക്ക് ഇപ്പൊ ഷൂട്ടിന് പോകുന്നതിന് മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ടാണ് പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ അപ്പം ഇപ്പം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ലാസ്റ്റ് ഇട്ട വീഡിയോ 1 year ബാക്ക് ആണ്. അപ്പൊ അതിൽ കമന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മകനെ മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് പിന്നീട് ഒന്നെങ്കിലും നോക്കിയില്ല, അല്ലെങ്കിൽ പകുതിക്കൊക്കെ അപ്പൊ ഇനി സിനിമകളായിരിക്കും കൂടുതൽ നോക്കുക, അല്ലെങ്കിൽ നേരത്തെ ഇതുപോലത്തെ വ്ലോഗ് പരിപാടി അങ്ങനെ ആയിരിക്കും? ഞാൻ മെയിൻലി ഇപ്പൊ എന്റെ വീഡിയോസ് കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എന്റർടൈൻമെന്റ് മാത്രം വീഡിയോസ് ആണെന്ന് അറിയാം. അത് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് അത് ചെയ്തു. നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാലേ എനിക്കും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എടുക്കും. അപ്പൊ ആ ഒരു ഫ്ലോ അനുസരിച്ച് പോകാനാണ് ഇപ്പൊ മൈൻഡിൽ. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. ഇപ്പൊ ഒരു കാര്യം പെട്ടെന്ന് വന്നിട്ട് ഇവര് മൂവരാണ് സിനിമയുടെ ഹീറോ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂവരെയും ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു. കാരണം ഹിറ്റ്സിനെ കണ്ട ആളൂടെ ഷൂട്ടാണ് കിട്ടില്ല. അപ്പൊ അത്രയും 1 million സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സെറ്റിലല്ലേ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും എന്താ പറയാ യങ്സ്റ്റേഴ്സ് ആയിട്ട്, അതും ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇന്ററാക്ട് ചെയ്ത് കുറെ 3-4 മാസം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഇപ്പൊ രോമാഞ്ചനം ഒപ്പിക്കുന്നതിന് ശേഷം രോമാഞ്ചം കണ്ടിട്ട് ചെയ്തു വരുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കാൻ അങ്ങനെ ചില നിമിഷങ്ങൾ ഉണ്ടാവണം. അത് തിയേറ്ററിൽ വർക്കാവുന്ന, അതായത് റിലീസിന് ശേഷം ആളുകൾ പറഞ്ഞു വികസിക്കുന്ന തമാശകൾ, അതായത് നമ്മുടെ പണ്ടത്തെ ഈ അന്വേഷണ സിനിമകളിലൊക്കെ ഉള്ള പോലത്തെ തമാശകളുണ്ടല്ലോ, നമ്മൾ ഡെയിലി യൂസേജസ് പോലെ ഉപയോഗിക്കുന്ന തമാശകൾ, അങ്ങനെ ഉണ്ടാക്കാൻ റൈറ്റിംഗ് ലെവലിൽ തന്നെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടോ? എപ്പോഴും നമ്മൾ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് ഇതിനും ശ്രമിച്ചു, രോമാഞ്ചത്തിനും ശ്രമിച്ചിരുന്നു, ഇതിലും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ആളുകൾക്ക് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത്, അതിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കൂടി ഇത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ബാക്കി മറ്റന്നാൾ അറിയാം. ഈ രോമാഞ്ചം കഴിഞ്ഞതിന് ശേഷം രോമാഞ്ചം സിനിമയ്ക്ക് ഇത് തന്നെയായിരുന്നു മനസ്സിൽ പ്ലാൻ. വേറെ സംസാര രീതിയൊക്കെ നടന്നു. രോമാഞ്ചത്തിന്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അതിന്റെ വേറെ ഡിസ്ട്രിബ്യൂട്ടർ ഏറ്റെടുക്കുന്നു. അതിന് താങ്കൾ തന്നെ പറഞ്ഞു, കാരണം ഇതിന് രോമാഞ്ചം സെക്കൻഡ് പാർട്ട് പോലെ വേറെ ആൾക്ക് കണക്ട് ചെയ്തിരുന്നു പറയുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണ്? വേറെ കണക്ട് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. രോമാഞ്ചം സെക്കൻഡ് പാർട്ടിന്റെ കാര്യം അന്ന് സംസാരിച്ചിരുന്നു. രോമാഞ്ചം സെക്കൻഡ് പാർട്ടുണ്ട്, അതിന്റെ പ്ലാനിങ്ങുകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടില്ല. രോമാഞ്ചം റിലീസ് ആവുന്നതിന് മുന്നേ ആയ പ്രൊജക്റ്റാണിത്. രോമാഞ്ചത്തിന്റെ റിലീസിനൊക്കെ എത്രയും മുന്നേ തന്നെ ഇത് പ്രൊജക്റ്റായി കഴിഞ്ഞു. നവംബറിൽ ഇത് പ്രൊജക്റ്റായി, December പ്രൊജക്റ്റായി, ഫെബ്രുവരിയിലാണ് രോമാഞ്ചം റിലീസ് ആവുന്നത്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടും ഇതിന് തമ്മിൽ അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. അല്ല, എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് അത്രയും ഒരു വളരെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് പോലും പൂർണ്ണമായിട്ട് തീരുമാനമായിട്ടില്ല. ഒരു സ്ക്രിപ്റ്റ് ആവാനായിരിക്കും കമ്മിറ്റ്മെന്റിലേക്ക് പോകില്ലല്ലോ. സജിൻ, ഇപ്പം നമുക്ക് മണിച്ചിത്രത്താഴിലല്ലേ ഉള്ളിലത്തെ ചേച്ചിയൊക്കെ നരേറ്റ് ചെയ്തിരുന്നു ആകോല്യം എന്താണെന്ന്. അപ്പം നമ്മള് ടീച്ചറിൽ കണ്ട അത് അപൂർവമായിട്ട് ഒരു ക്യാരക്ടറിനെ നരേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അപൂർവമായിട്ടാണ് ഒരു ആക്ടറിന് കിട്ടുന്നത്. ഈ ചിത്രത്തിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. ബേസിക്കലി രംഗണ്ണ ആരാണെന്ന് നരേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്നെ സംബന്ധിച്ച് ഭാഗ്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അത് പക്ഷെ ടീച്ചറിൽ ഒരു നമുക്ക് അറിയാമെന്നുള്ളായിരുന്നു. പടത്തിൽ ഓൾറെഡി അങ്ങനെ ചെയ്തു. ടീച്ചറിൽ ഇവരെല്ലാവരും കട്ട് ചെയ്തിട്ടു. സന്തോഷം. പിന്നെ അഭിമാനത്തോടെ ഒരു ആക്ടറിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി വളരെ സന്തോഷം. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. ഇത് പടം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റാണ്.
അതിന്റെ ഓരോ സിനിമകളും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ആവേശത്തിലാണ് വ്യത്യസ്തമായ കഥാപാത്രം. ആവേശം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പൊ അതിലെന്നും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയാൻ പറ്റും? ആവേശം മാറ്റി നിർത്തി പെർഫോമൻസ് വൈസോ അതോ? തീർച്ചയായും ടെന്റിനുള്ളിൽ ചെയ്യുമ്പം ഒരു ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം പോലീസുകാര് നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കി, പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ച്വൽ പോലീസുകാരാണ് നമ്മൾ അന്നത്തെ ഹയർ ചെയ്തത്. ഞാനും അലൻ ചേട്ടനും മാത്രമേ ഉള്ളൂ, സുരാജ് ചേട്ടനും ആക്ടേഴ്സ് ആയിട്ട്. എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പൊത്തം പറഞ്ഞു ഒരാള് ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മോഷ്ടിച്ച് പിടിച്ചു. അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു. അവർ പോലീസ് അവരാണ് ഇതെല്ലാം ചെയ്തത്. എനിക്കത് ഭയങ്കര ഒരു ഞാൻ അതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം മൊത്തത്തിൽ ആ പടം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഓരോ സിനിമയിലേക്ക് മാറുമ്പോൾ ഓരോ കഥാപാത്രം മാറുന്നു. അതെങ്ങനെയാണ് സ്റ്റഡി ചെയ്തെടുക്കുന്നത്? ഒരു ഡയറക്ടറായിട്ട് ഇരുന്ന് സംസാരിച്ച് ഈ കഥാപാത്രത്തിന് ഞാൻ ഈ ഇത്ര മീറ്റർ പിടിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ പറയും ഇത്ര മീറ്റർ മതി, അങ്ങനെ എങ്ങനെയാണ് ഒരു ചർച്ച വരിക? ഒരു ഷൂട്ടിന് പോകുന്നതിന്റെ ഒരു കാരണം ഉണ്ടാവും. അത് ഏത് അളവെന്നുള്ളത് ഇപ്പൊ ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടി ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും വേണ്ട, അത് ഷൂട്ടിന്റെ പ്രോഗ്രസ്സിലായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു ധാരണ ഉണ്ടാവും, ഒരു എന്താ പറയുക, ഒരു കാരിക്കേച്ചർ പോലെ നമുക്ക് ഈ കഥാപാത്രത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് അറിയായിരിക്കും. പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ വർക്കാകൂടി ഇപ്പോൾ വീണ്ടും റീഷൂട്ട് ചെയ്യും. എനിക്ക് മുമ്പ് അറിയാവുന്നതാണ്. ഞാൻ വേലക്കാരനെ ജോലി ചെയ്തിട്ട് എനിക്ക് കുറച്ച് മുമ്പ് അറിയാവുന്നതാണ്. എനിക്കന്നും ഇന്നും ഞാൻ പിള്ളേരുള്ളപ്പോൾ ഒരുപാട് ചിരിക്കാറുണ്ട്. എനിക്ക് അറിയാവുന്ന എന്നെ ഒരുപാട് ചിരിപ്പിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്യുന്ന മുതല് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ. ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് ശേഷം പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാൻ കൊണ്ടുപോയി, ആ ഹൈപ്പ് മൊത്തം ധ്യാൻ കൊണ്ടുപോയി. അതിനെങ്ങനെയായിരുന്നു നോക്കിയത്? നല്ല കാര്യം. എനിക്ക് സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുമല്ലോ. മറ്റന്നാൾ റിലീസാവും. റിലീസായിട്ട് ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ കാണാറുണ്ട്. കാണാം. നമുക്കൊരു സിനിമയ്ക്ക് പറഞ്ഞിട്ടുള്ളതിന് മുമ്പ് സിനിമയ്ക്ക് ഹൈപ്പ് അല്ലെങ്കിൽ ഒരു സിനിമ കാണണമെന്ന് നമ്മൾ ഒരു വിളംബരം പോലെയാണ് ഒരു മാർക്കറ്റിംഗ്. ഇപ്പൊ ഇന്റർവ്യൂ ആണെങ്കിൽ വളരെ ഇതിലൊരു ഇന്റർവ്യൂ കൊടുക്കാൻ ഭാഗത്ത് വന്നിട്ടില്ല. നമ്മൾ ടീം ആരും വന്നിട്ടില്ല. ആകെ ഒരു ഇന്റർവ്യൂ മാത്രമുള്ളൂ, ഷിപ്പിലുള്ള ഇന്റർവ്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമുക്ക് കണ്ടതാണ്. എന്തുകൊണ്ടാണ് അത്ര ഒരു ഇന്റർവ്യൂസിലേക്ക് വേണ്ട? അപ്പൊ അതിന് സമയക്കുറവാണ്, എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ ഹൈദരാബാദാണ്. ഞാൻ പുഷ്പ ഷൂട്ടിംഗ് പിന്നെ വൈകിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. റിലീസിന് നല്ല ദിവസത്തേക്ക് വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ് മിനിമമാണ് പടം ലോക്കായത്. ഒരു ട്രെയിലർ കെട്ടാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസി ആയിരുന്നു. പ്രൈമറി മറ്റു ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി. പടം തീരാൻ അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി. അപ്പം അതിനായിരുന്നു ഫോക്കസ്. പടം തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്ന് പറയണമെന്നില്ല. സത്യാറ്റിൽ ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണ് ഞാൻ പ്രൊമോഷനിൽ വന്നിട്ടില്ല. കാരണം ഞാൻ സത്യാറ്റിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു. ഇതില് ജിത്തുവും പുതിയതായിട്ട് സാധനം ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ട് സാധനം ട്രൈ ചെയ്യുന്നത് എന്നൊരുപോലെ ആരും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ജോലി സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ നല്ല ജോലി എടുത്തോളൂ. സിനിമ ചെയ്തു ഇല്ല. മാമന്റെ ഷൂട്ടില് ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മാരി സാറിന്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ പരിപാടിയാണ്. അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ ഡയറക്ടറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു.
ഏറ്റവും കൂടുതൽ സമയം എടുത്ത് റീഷൂട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? സമയമെടുത്ത് എന്തെങ്കിലും പണിയായിട്ട് നടന്ന അങ്ങനെ ഇല്ല, പെട്ടെന്ന് ഓർത്ത് പറയാൻ പോകുന്നില്ല. പക്ഷെ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറെ കൂടെ അസീൻ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത്. ട്രാൻസിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ച ഒരു ഇൻസിഡന്റ് ഉണ്ട്. മലയാളത്തിൽ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച് മലയാളി പക്ഷേ പാതിക്ക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു എക്സ്പെക്ടേഷൻ എടുക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലെവൽ കഥാപാത്രം വില്ലനായിട്ടാണെങ്കിൽ പുഷ്പയിലെ കഥാപാത്രമായിരിക്കും ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ചു. അപ്പൊ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് ഇപ്പോൾ പോകുന്ന പോലത്തെ ട്രാക്കിൽ തന്നെ ചെയ്യണമെന്ന ആഗ്രഹം ഇല്ല, അങ്ങനെ ഒരു സിനിമ ഒത്തു വന്നാൽ ചെയ്യും. ചർച്ചകളുണ്ട്. വേറൊരു മലയാളത്തിൽ സെറ്റ് ഒരാൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ തന്നെ അത് സെറ്റ് ആവുമോ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ബ്രേക്കുന്ന പോലെ ഒരു അന്യഭാഷ ചെയ്ത് കാണുമ്പോൾ ഭാവം സ്വന്തം ഭാഷ ചെയ്യുമ്പോഴേക്കും അത് ചെയ്തു വരുമോ ഈ സോണിലെ സേഫ് ആയിട്ടുള്ളത് എന്നൊരിപ്പോഴും നമ്മൾ പറയാറുണ്ട്. അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്തു കഴിഞ്ഞാല് ആൾക്കാർ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. കഥാപാത്രങ്ങളുണ്ടോ? ഈ അന്യഭാഷത്തെ വലിയ സിനിമകളുടെ വില്ലൻ വേഷങ്ങള് പോയിന്റ് എഴുതുന്നത് അത് പഠിക്കില്ല. എന്താ അതിന്റെ എക്സൈറ്റ്മെന്റ്? അതിന്റെ എക്സൈറ്റ്മെന്റ് ടാലന്റ് കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പം വിക്രത്തില് മാമനില് വടിവേൽ സാറിന്റെ വില്ലനായിട്ട് അഭിനയിക്കാനുള്ള എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിന്റെ കാര്യമായിരുന്നു. പുഷ്പയിൽ ബന്നിയോട് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റിംഗ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ആസ് എ സിനിമ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അതിനകത്തേക്ക് നിൽക്കുന്നത്. ഇതിലൊന്നും ഒരു പ്ലാനൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ തമിഴിൽ ചെയ്യുന്ന വടിവേൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ്, രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ്. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അതിന് പ്ലാനൊന്നും ഇല്ല. എല്ലാം സേഫ് ഉണ്ട്. എനിക്കറിയില്ല എന്തെടുത്ത് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നല്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ തരുന്ന എനർജിയും കോൺഫിഡൻസുമാണ്. ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകൾ വന്നിട്ടുള്ളത്. ഞാൻ തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എന്താ പറയാ, ഒരു നേരത്തെ പറഞ്ഞ ടാലന്റ് കൊളാബറേഷൻ ആയിട്ട് ഇന്ന് കാണുന്നില്ല. അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ അങ്ങനെയൊക്കെ മാറ്റാനൊന്നും ഇല്ല പോകുന്നത്. നമ്മളവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ, രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ സിനിമകൾ ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പം ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതലുള്ള കാര്യം ഫാസിൽ നിന്ന് ചോദിക്കുക. അപ്പൊ അത് ഒരുപാടൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ. ഞാൻ ചെയ്യാൻ വീട്ടിൽ പോകുന്നത് ചെറിയൊരു പൊട്ടൻഷ്യൽ കാണിക്കുന്നത് സ്ലാങ്ങിന്റെ ചെറിയൊരു കാര്യം. അപ്പൊ ഇതില് ഒരിക്കലും അമ്പർക്കാർ ടിപ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു ജിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളങ്ങളിലേക്ക് ഇട്ട് ഗോളിലേക്ക് ഇടുന്ന ഒരു ആള് തന്നെയായിരുന്നു. പിന്നെ ഈ മീശയും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇതായി ചെയ്യുക. അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതാണ്.
ഞങ്ങൾക്ക് വെച്ച് മനുഷ്യന് കൊടുത്തിട്ട് ഇല്ല, അത് നമുക്കാണ് ആവശ്യത്തിലാണ്. ജിത്തു ചേട്ടാ, അപ്പം രോമാഞ്ചം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പം രോമാഞ്ചം വരുന്നൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആവേശത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈറ്റിൽ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ സിനിമയും ടൈറ്റിലും തമ്മിലുള്ള കണക്ഷൻ? അല്ല, ആവേശം എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തിട്ടുള്ളത് അത് കാണുമ്പോൾ എപ്പോഴും തോന്നുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു വികാരമാണ് ഈ ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പറയാൻ വെച്ചത് 12 വർഷം കാണുന്നുണ്ടായിരുന്നു, ഇപ്പൊ 2 വർഷത്തെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് പറയാം. ജിത്തൊരിക്ക് 25 ദിവസം 8 പാട്ടാണ് ഞങ്ങളുടെ ഡെഡ്ലൈനുള്ളത്. 2 ദിവസത്തിലൊരു പാട്ട് ചെയ്യുക, അങ്ങനെയാണ് ജിത്ത് ഡെയിലി വരും. ഞാനകത്തിരുന്നും ജിത്ത് പുറത്തുനിന്ന് ബുക്ക് വെച്ചിരിക്കും. അപ്പൊ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും. വിനായക് എന്താന്ന് വെച്ചാൽ നമ്മള് ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചുകൊണ്ട് വേറെ വിനായകനായിട്ട് ഓൾറെഡി വർക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് തോന്നും. പിന്നെ നമുക്ക് 3 പേർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പം അതുകൊണ്ടാണ് വിനായക് ഇതില് എല്ലാ പാട്ടും എടുത്തിരിക്കുന്നത്. വോക്കൽസ് ഇങ്ങനെ പറഞ്ഞ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ ഇപ്പൊ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബമാണ്. ഞാൻ അധികം പാടിയിട്ടില്ല ഇപ്പൊ ആൽബത്തിൽ. പിന്നെ പാട്ടത്തിലോട്ടൊക്കെ പോകുന്നത് നമ്മള് ഓരോ സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഓരോ ആൾക്കാരെ തപ്പും. ഒരു വൈബാണ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം. ബാസിനെ കൊണ്ട് ജാട പഠിക്കണമെന്ന് എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹമില്ലായിരുന്നു. ബാസിയുടെ ജാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മഞ്ഞുമല്ല് എന്താ വേടനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടും ഇതില് നോക്കുമ്പോൾ ഡബ്സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള മ്യൂസിക് ഡയറക്ടർ ഉണ്ടായ ഒരു ചേഞ്ച് ഉണ്ട്. ഈ ഇൻഡിപെൻഡന്റ് കുറെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ. അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോൾ ആക്ച്വലി കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും. കൂടുതലും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെയാണ് ഇതിനകത്ത് ഫീച്ചർ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുത്തു. ബാക്കി ഇതേപോലെ സുഷിന്റെ പടത്തില് പാടണം എന്ന് ചോദിച്ച് ഇതിന് മുന്നേ ചോദിച്ച് അവസരം മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് അമ്മേട്ടന്റെ പടത്തില് അമ്മേട്ടനോടൊക്കെ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടിക്കുന്നൊക്കെ. അപ്പൊ അത്തരത്തിൽ ഇന്ന് സുഷിനോട് ചോദിക്കാറുണ്ടോ ബാസി? എനിക്ക് അവന്റെ പാടാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചോദിക്കില്ല. എന്റെ ആവശ്യമാണ് ഒരു ബാസി പാടുന്നുള്ളത്. കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാടപ്പാട്ടിന്. അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കുന്നു. ബാസി എന്ന് പറഞ്ഞപ്പോ ഒന്ന് പാടിപ്പിച്ചു. അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും പഠിപ്പിക്കും. അല്ല, കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ വന്നത്. രോമാഞ്ചത്തിന് അതായിരുന്നു ആവശ്യം, അതുകൊണ്ട് രോമാഞ്ചം അങ്ങനെ എടുക്കും. ആവേശത്തിന് ഇപ്പൊ അങ്ങനെ ഒരു സ്കെയിലാണ് ആവശ്യം. അങ്ങനെയാണ് കഥ പറയുന്നത്. അതിന്റെ സിറ്റുവേഷനും ക്യാരക്ടേഴ്സും പുരോഗമിക്കുന്ന രീതിയും ലൊക്കേഷനും എല്ലാം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നാച്ചുറലി അതങ്ങനെ വലുതായിട്ടുള്ളത്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന വെച്ചാൽ നമ്മളൊരു ദിവസം ഒരു സിനിമ ഒരുമിച്ചല്ല എടുക്കുന്നത്, ഒരു ഷോട്ട് ചെയ്തതല്ല. അപ്പൊ എളുപ്പമാണത്. മലയാള സിനിമയ്ക്ക് ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് മാറും. ഇപ്പൊ നമ്മുടെ തമിഴിലും തെലുങ്കിലൊക്കെ ടൈറ്റിൽ കാർഡ്സ് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. സൂപ്പർ സ്റ്റാർ എന്നൊക്കെ എഴുതി വരുന്ന പോലെ മലയാളത്തിൽ അങ്ങനെയില്ല. അപ്പോ ആവശ്യത്തിലാണ് സാഫൊക്കെ ഒരു ടൈറ്റിൽ ഉണ്ടാവും. പക്ഷെ പടം കാണുമ്പോൾ സാഫൊക്കെ ഇങ്ങനെ ടൈറ്റിൽ നിന്നൊക്കെ പടം കാണുമ്പോൾ കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാലും ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഒരു ടൈറ്റിൽ അങ്ങനെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ തിയേറ്റർ ഡിസൈന് എളുപ്പമായിരിക്കില്ല. അതൊന്നും ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യണ്ട, സിനിമ സെലിബ്രേറ്റ് ചെയ്യാനാണ്. കേട്ടില്ല കുറച്ച്
ചേട്ടാ ഒരു നിലവിലൂടെയും ഓട്ടത്തിലൂടെയും സിനിമയുടെ ഗ്രാഫിലൊക്കെ നേരത്തെ ഒരു കഥാപാത്രത്തിൽ നിന്നും ആവേശത്തിലേക്ക് വരുമ്പോൾ അത് ഇമ്പാക്ട് കിട്ടുന്ന ഒരു ഡയറക്ടറായിരിക്കും. ഉറപ്പായിട്ടും ഞാനിപ്പോ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ആവേശം ചെയ്യാറ്. മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് അത് ഡിഫറെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കാലത്തും സ്ക്രീൻ ചെയ്യാൻ പറ്റി. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് അത് ഡിഫറെന്റ് ആണ്. എങ്ങനെ കിട്ടും മനസ്സിലായി? അങ്ങനെ ഉള്ളതായിട്ട് ഓർമ്മയില്ല. ഈ ബ്രഹ്മയുഗത്തിൽ നല്ലൊരു കഥാപാത്രത്തെ വന്നിട്ട് അത് മാറ്റിവർത്തിക്കാൻ ആവശ്യത്തിലേക്ക് വന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ജിം വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് ഈ കഥാപാത്രത്തിലേക്ക് വന്നു കേൾക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആവേശം? ബ്രഹ്മയുഗം മാത്രമല്ല, കുറെ സിനിമകൾ മാറ്റി വെച്ചിട്ടാണ് ആവേശിച്ചത്. ഞാൻ പറയണം, ഞാൻ ഷൂട്ടിങ് പോയതാണ് പുള്ളിക്ക് ബ്രഹ്മയുഗത്തിൽ നിന്ന് മാറേണ്ട വന്നത്. ഞാൻ സമയത്തിന് ഷൂട്ടിങ് ചെയ്തില്ല, കറക്റ്റ് സമയത്ത് ഷൂട്ട് തീർത്തുമില്ല. സോറി കേട്ടോ. പുഷ്പ വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രാക്കാണ്. കൂടുതൽ പരിപാടിയൊന്നുമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് വേറൊരു ട്രാക്കാണ്. രസമുണ്ട്. പുഷ്പമായിട്ട് ഒരു ആഘോഷം കഴിഞ്ഞിട്ട് മറ്റേതൊക്കെ ആഘോഷിച്ചിരുന്നു. പിന്നെ വില്ലന്മാരെ ആഘോഷിക്കുന്നത് വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ വില്ലന്മാരുടെ കഥാപാത്രത്തിന്റെ ക്വാളിറ്റീസ് ഒന്നും അല്ല, പെർഫോമൻസിനെയാണ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം മാമനിലായാലും വടിവേൽ സാറിന്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്തതാണ്. പുഷ്പയില് ബണ്ണിയുടെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ അവാർഡ് കിട്ടിയില്ല, ശരിയാ, നാഷണൽ അവാർഡ് കിട്ടിയില്ല. അപ്പം അതൊരു ഇതെല്ലാം ഫേസാണ്. ആവശ്യം പറയാം. എന്തെല്ലാം ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലർ അത് ഉണ്ട്, കുറച്ച് ഒരൊറ്റ ദിവസം മതി. ഈ ഫാദുക്കട ഒരു ആക്ടിങ് ഓരോ ചെറിയ എലമെന്റുകളും ഒരുപാട് ലേയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കഥാപാത്രത്തിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷമ്മി കഥാപാത്രത്തിലായാലും എന്താ പോലെ ചോദിക്കുന്ന ഒരു കഥാപാത്രത്തിലായാലും ആ സൈലൻസിൽ പോലും കഥാപാത്രത്തിന്റെ പല ലേയേഴ്സും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അർജുൻ അശോകന്റെ രോമാഞ്ചത്തിൽ അർജുൻ അശോകന്റെ ആ ചിരിച്ചിട്ട് തലയാട്ടുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങാണ്. അപ്പൊ ഈ ഫാസിൽ ഇത്തരം ചെറിയ മാനസിക് ഈ ആവശ്യത്തിൽ എത്രത്തോളം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? അതങ്ങനെ ഒരു പർട്ടിക്കുലർ മാനറിസം എന്നുള്ളതല്ല, ഇതിനകത്ത് എല്ലാം ഡിഫറെന്റ് ആയിട്ട് തന്നെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിലൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും പുതിയ ഒരുപാട് സാധനങ്ങൾ കിട്ടാൻ വഴിയുണ്ട് ഇതിൽ. ഇതിപ്പോഴും കയ്യെത്തുന്നതിലെ ഫാസിലും ആവേശത്തിലും മുമ്പായിട്ട് വരുന്ന ഫാസിലും തമ്മിലുള്ള അന്തരം അത്രയും വലുതാണ്. രണ്ടും രണ്ട് അറ്റം ശരിയാണ്. ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ആവശ്യം പെർഫോം ചെയ്യുമ്പോൾ ചില സമയത്ത് വന്നോട് ചുറ്റു ആവശ്യപ്പെടുമ്പോൾ ചുറ്റു പറയുന്നത് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയും. ഇത് മുമ്പ് കണ്ടതാ, ദൈവം എന്തെങ്കിലും ഉണ്ടോ? അപ്പം അത്രയും കോൺഷ്യസ് ആയിട്ട് ഒരാള് നിന്ന് നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഫ്രഷ്നെസ് സ്ക്രീനിൽ ഉണ്ടാവണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും April 11th പടം കാണുക, സെലിബ്രേറ്റ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി ഈദ്, എൻജോയ്. താങ്ക് യു.